എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറൊക്കെ നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാശ്മീരിൻ്റെ ബാക്കി കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ കാശ്മീരിൽ ഞങ്ങൾ അവസാനത്തായിട്ടുള്ള ഒരു വാലിയിലേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയിൽ ഒരുപാട് വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള പാലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ സൈഡിൽ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ ടെൻറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ചെറിയ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇതേപോലെ ബൈക്കിലൊക്കെ സോളോ ഒക്കെ ആയിട്ട് വരുന്നവർ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വൈബാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗാണ് കിട്ടുന്നത്. ഈ വെള്ളത്തിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഒന്നും തിരക്കില്ലാത്തൊരു സ്ഥലവും അതേപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥ, കൂടെ പൊല്യൂഷനൊന്നും ഇല്ലാത്ത ഒരു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ലൊരു ഓക്സിജനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ വിട്ടു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയൊരു കാര്യമാണ് ഇതേപോലുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഡൽഹിയിലൊക്കെ കുറച്ച് പൊല്യൂഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് കിട്ടുന്നത്. പിന്നെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ഗ്രീനായിട്ടുള്ള സ്ഥലങ്ങളും മരങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും പ്ലാൻ ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞങ്ങളുടെ 7 ദിവസത്തെ പ്ലാനായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാനത് പറഞ്ഞായിരുന്നു, 7 ദിവസത്തെ പ്ലാനായിരുന്നു. അപ്പോൾ 7 ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ടൈമാണ്. നമുക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നിർത്തി അവിടെയൊക്കെ ഒരുപാട് ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെയൊക്കെ താമസിക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സമയം വേണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓടി നടന്നൊന്ന് ചുറ്റി കാണാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ കഴിയുന്നതും നിങ്ങളൊക്കെ യാത്ര പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ഒരു 10 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഒരുപാട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മിക്ക വീഡിയോ എടുത്ത് നോക്കിയാലും ഈ ഒരു റിവർ കാണാൻ പറ്റും. അപ്പോൾ തുടക്കം മുതലേ ഈ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, ഈ റോഡിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള മിക്ക സ്ഥലങ്ങളിലും നമ്മൾ നിർത്തിയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിവറിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു. അതേപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 10 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടും. അപ്പോൾ എത്ര ദിവസം കുറയുന്നോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ യാത്രകളുടെ സ്പീഡ് കൂട്ടേണ്ടി വരും. അതേപോലെ തന്നെ അത്രയും കുറച്ച് സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതും നമ്മൾ കൂടുതൽ ദിവസങ്ങൾ എടുത്ത് കാശ്മീരൊക്കെ വരികയാണെങ്കിൽ അടിപൊളി ട്രിപ്പാക്കാം. അവിടെയൊക്കെ കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ടെൻറ്റൊക്കെ അടിച്ച് കുക്ക് ചെയ്ത് അടിപൊളി ഒരു വൈബാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതേപോലെ തന്നെ സെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു 10-15 ദിവസത്തെ ഒരു പ്ലാനാണ് ഞാൻ ഇനി ചെയ്യുന്നത്. കഴിയുന്ന ഒരു 15 ദിവസമൊക്കെ വന്നം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാശ്മീരൊക്കെ പോകാൻ താല്പര്യമുള്ളവരുണ്ട്, അതേപോലെ തന്നെ കാശ്മീരിനെക്കുറിച്ച് അറിയത്തില്ല, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, അങ്ങനെയൊക്കെ വലിയ ഐഡിയ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ തരാം. നമ്മൾ അടുത്ത വാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബെതാബ് വാലി എന്നാണ് എൻ്റെ പേര്. ഇത് ഭയങ്കര ഫേമസ് ആണ്, സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ ഇതിനകത്ത് കയറിയിരുന്ന് പ്രായമായവരൊക്കെ ഇതിനകത്ത് കയറിയിരുന്നിട്ട് ഇവരിങ്ങനെ തള്ളിക്കൊണ്ട് പോകും. പക്ഷേ 750 രൂപയ്ക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നടക്കാൻ പറ്റത്തില്ലാത്തവരുണ്ട്, അതായത് പ്രായമായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തള്ളി ഇത് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ഈ മൊയലിനെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് അതേപോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതവിടെ അതേ സെയിം റിവറല്ല, വ്യത്യാസമായിട്ടുള്ള ഒരു റിവറാണ്. അപ്പോൾ ഇത് ഇച്ചിരി വലുതാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു 3-4 വലിയ കുന്നുണ്ട്. ഈ കുന്നിൻ്റെ കൃത്യം നടുക്കായിട്ടാണ് നമ്മളെ വാലി. ഈ വാലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമയ്ക്കകത്തുണ്ട്. ഹിന്ദി സിനിമയൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്. ബെതാബ് വാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിനിമയൊക്കെ ഉണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്ത് ഈ ഒരു വാലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 4 സൈഡിലും ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വലിയ കുന്നാണ്. അപ്പോൾ കുന്നിൻ്റെ കൃത്യം നടുഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രദേശം വരുന്നത്. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങ് നടന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ വാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാലി. മറ്റുള്ള വാലിനെയൊക്കെ അപേക്ഷിച്ച് ഇത് ഇത്തിരി വലുതാണ്. അതേപോലെ തന്നെ ആ കാണുന്ന കുന്നിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ കുതിരകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കാണാൻ പറ്റും. ഒരു അടിപൊളി വാലിയാണ്. ഒരുപാട് സിനിമ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സിനിമ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ബെതാബ് വാലി എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയുണ്ട്, ഹിന്ദി സിനിമ. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. ഞാനതിൽ 4 സൈഡിലുള്ള കുന്നുകളൊന്ന് കാണിക്കാം. 1-2 കുന്നുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. പിന്നെ വളരെയധികം തിരക്കുകളൊന്നും പറയാനില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇതിലൊക്കെ നടക്കാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയും അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.